ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSEB ആൻഡ് PSC ഗൈഡ്. ഇന്നത്തെ വീഡിയോ നമ്മൾ പോക്സോ ആക്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2012 പോക്സോ നിയമത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഈ നിയമപ്രകാരം ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്ത കുട്ടിയുടെ വൈദ്യപരിശോധന നടത്തുന്നത് ഏത് രീതിയിലാണെന്ന് നോക്കാം. 1973 ക്രിമിനൽ നിയമത്തിലെ സെക്ഷൻ 164A പ്രകാരമാണ് നടപടിയെടുക്കുന്നത്. അതുപോലെ കുട്ടിയുടെയോ അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷിതാവിൻ്റെയോ കുട്ടിക്ക് വിശ്വാസമുള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെ സാന്നിധ്യത്തിലായിരിക്കണം വൈദ്യപരിശോധന നടത്തേണ്ടത്. അതുപോലെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമോ ഉള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെ അഭാവത്തിൽ മെഡിക്കൽ സ്ഥാപനത്തിൻ്റെ തലവൻ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിലായിരിക്കണം മെഡിക്കൽ പരിശോധന നടത്തേണ്ടത്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും വൈദ്യപരിശോധനയെ സംബന്ധിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരാൾ ലൈംഗികാതിക്രമം നടത്തുമ്പോൾ അയാൾ താഴെ പറയുന്ന വിധം ശിക്ഷിക്കപ്പെടാം. ഏത് രീതിയാണെന്ന് നോക്കാം. 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 5 വർഷം വരെ നീളാവുന്നതുമായിട്ടുള്ള തടവിനും അതുപോലെ പിഴയ്ക്കുമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ശിക്ഷാ രീതിയാണ് ഈ ഒരു കേസിൽ കൊടുക്കുന്നത്. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിൽ രേഖപ്പെടുത്താം. കുട്ടിയുടെ മൊഴി പ്രായോഗികമായി രേഖപ്പെടുത്തേണ്ടത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കണം. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിലായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. കാരണം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിലായിരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കുട്ടിയുടെ ഐഡൻറ്റിറ്റി പൊതുമാധ്യമങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തുകയും ചെയ്യണം. ഇതിൽ 3ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 2012 കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള ഒരു കുറ്റകൃത്യം കുട്ടികൾക്കെതിരെ നടന്നാൽ പോലീസിനെ ബന്ധപ്പെട്ടാൽ അയാൾ എത്ര സമയത്തിനുള്ളിൽ ശിശുക്ഷേമ സമിതിയിൽ റിപ്പോർട്ട് ചെയ്യണം? എത്ര മണിക്കൂറിനുള്ളിലാണ്? 24 മണിക്കൂറിനുള്ളിലാണത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പോക്സോ നിയമത്തിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നാണ്. പോക്സോ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്. 2012 ജൂൺ 19 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് എന്നാണ്. 2012 ജൂൺ 19. പോക്സോ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? 2012 നവംബർ 14. നവംബർ 14 എന്താണ്? ശിശുദിനമാണ്. അപ്പം ആ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ നിയമപ്രകാരം സംരക്ഷണം ലഭിക്കുന്നത്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അതായത് ഈ കുട്ടികൾ എന്ന് ഈ ഒരു നിയമത്തിൽ പറയുന്നത് ആൺകുട്ടിയും പെൺകുട്ടിയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതാണ്? വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ്. പോക്സോ നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചതാരാണ്? സ്മൃതി ഇറാനിയാണ്. അതുപോലെ 2019 പോക്സോ ഭേദഗതി നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്. 2019 ഓഗസ്റ്റ് 5 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ രാഷ്ട്രപതി ആരായിരുന്നു അന്നത്തെ? രാംനാഥ് കോവിന്ദ് ആയിരുന്നു. പോക്സോ ഭേദഗതി നിയമം നിലവിൽ വന്നതെന്നാണ്? 2019 ഓഗസ്റ്റ് 6 അതായത് 2019 ഓഗസ്റ്റ് 5 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിൻ്റെ അംഗീകാരം ലഭിക്കുകയും അദ്ദേഹം ഒപ്പിടുകയും 2019 ഓഗസ്റ്റ് 6 ഈ ഭേദഗതി നിയമം എന്ത് ചെയ്തു? നിലവിൽ വരികയും ചെയ്തു. വധശിക്ഷ പോക്സോ നിയമത്തിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 2019 ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്ത് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പോക്സോ നിയമത്തിലെ 1-ാം ചാപ്റ്റർ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പ്രാരംഭിക അല്ലെങ്കിൽ പ്രിലിമിനറി. കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 2 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നത് ഏത് അധ്യായത്തിലാണ്? അധ്യായം 5 2019 ഭേദഗതി പ്രകാരം പോക്സോ നിയമത്തിൽ മാറ്റം വരുത്തിയ പ്രധാന സെക്ഷൻസ് ഏതൊക്കെയാണ്? സെക്ഷൻ 2, സെക്ഷൻ 4, 5, 6, 9, അതുപോലെ 14, 15, 34, 42, 45 ഇത്രയും സെക്ഷൻസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 2019 ഭേദഗതി പ്രകാരം മാറ്റം വരുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വന്നിരിക്കുകയാണ്, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പോക്സോ നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നു. അതുപോലെ നടപടിക്രമങ്ങളിൽ ശിശു സൗഹൃദ സമീപനം സ്വീകരിക്കുന്നു. ഈ നിയമത്തിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടി എന്ന പദമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് പോക്സോ ഇ ബോക്സ് എന്ന് പറഞ്ഞാൽ? കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി തയ്യാറാക്കിയ ഓൺലൈൻ കംപ്ലയിൻറ്റ് മാനേജ് സിസ്റ്റമാണ് എന്ത്?
പോക്സോ ഇ ബോക്സ് എന്ന് പറയുന്നത്. പോക്സോ ഇ ബോക്സ് ആരുടെ സംരംഭമാണ്? ഉത്തരം ആരാണ്? NCPC, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഇത് 2016 ഓഗസ്റ്റ് 26 മേനകാ ഗാന്ധിയാണ് എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. പോക്സോ നിയമത്തിൽ ആകെ എത്ര അധ്യായങ്ങളും വകുപ്പുകളുമാണുള്ളത്? 9 അധ്യായങ്ങളും 46 സെക്ഷൻസുമാണ് ഉള്ളത്. പ്രവേശിത ലൈംഗികാതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ആണ്. അതുപോലെ ഇതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 4 ആ ശിക്ഷയെന്ന് പറയുന്നത് എന്താണ്? 10 വർഷമോ അല്ലെങ്കിൽ ജീവപര്യന്തം വരെയുള്ള തടവു ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയുമാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഗൗരവതരമായ പ്രവേശിത ലൈംഗികാതിക്രമത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 5. പ്രവേശിത ലൈംഗികാതിക്രമമാണെങ്കിൽ സെക്ഷൻ 3യും അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് സെക്ഷൻ 4ലും, ഇനി ഗൗരവതരമായ പ്രവേശിത ലൈംഗികാതിക്രമത്തെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ അത് സെക്ഷൻ 5ലുമാണ് പറയുന്നത്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയാൽ ലഭിക്കാവുന്ന ചുരുങ്ങിയ ശിക്ഷ എത്രയാണ്? 20 വർഷത്തിൽ കുറയാത്ത കഠിന തടവാണ്. അത് ചിലപ്പോൾ എന്ത് ചെയ്യാം? ജീവപര്യന്തം വരെ ആകാം. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറയുന്ന പോക്സോ നിയമത്തിലെ അധ്യായം ഏതാണ്? അധ്യായം 6ലാണ് പറയുന്നത്. താഴെ പറയുന്നവയിൽ ആരെങ്കിലും കുട്ടിയെ ലൈംഗികമായി ആക്രമിച്ചാൽ അത് ഗൗരവതരമായ കുറ്റകൃത്യമായി പരിഗണിക്കും. അവർ ആരൊക്കെയാണെന്ന് നോക്കാം. പോലീസ് ഓഫീസർ, സായുധ സേനാംഗം അല്ലെങ്കിൽ ഒരു സുരക്ഷാ സേനാംഗം, ഒരു പബ്ലിക് സർവൻറ്റ്, അതല്ലെങ്കിൽ ജയിൽ, റിമാൻഡ് ഹോം, പ്രൊട്ടക്ഷൻ ഹോം ജീവനക്കാർ, ആശുപത്രി ജീവനക്കാർ, വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ മതസ്ഥാപനത്തിലെ ജീവനക്കാർ. ഇങ്ങനെ ആരെങ്കിലുമാണ് കുട്ടിയെ ആക്രമിക്കുന്നതെങ്കിൽ അത് ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യമായിട്ട് എന്ത് ചെയ്യും? പരിഗണിക്കും. ലൈംഗിക അതിക്രമത്തിൻ്റെ ഫലമായി കുട്ടിക്ക് സംഭവിക്കാവുന്ന ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഗൗരവകരമായ കുറ്റകൃത്യമായി കണക്കാക്കുന്നത്? കുട്ടിയുടെ ശരീരത്തിന് സ്ഥിരമായ വൈകല്യം സംഭവിക്കുക, അല്ലെങ്കിൽ കുട്ടി ഗർഭിണിയാകുക, HIV പോലുള്ള മാരകമായ രോഗങ്ങൾ പകരുക, കുട്ടിയുടെ മരണത്തിന് കാരണമാവുക, കുട്ടിക്ക് മാനസിക രോഗം ഉണ്ടാകുകയാണെങ്കിൽ അത് ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യമായിട്ട് കണക്കാക്കും. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കുന്നത് ഗൗരവകരമായ കുറ്റകൃത്യമായി കണക്കാക്കുന്നു? 12 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ. അതുപോലെ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള അതിക്രമങ്ങളെക്കുറിച്ചുള്ള നിയമം പറയുന്നത് എന്താണ്? തീ, ആസിഡ് പോലുള്ള പൊള്ളലേൽപ്പിക്കുന്ന വസ്തുക്കൾ, മാരകായുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നതും എന്താണ്? ഗൗരവകരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ബന്ധുക്കളോ ദത്തു മാതാപിതാക്കളോ നടത്തുന്ന അതിക്രമങ്ങൾ ഏതു വിഭാഗത്തിലാണ് പെടുന്നത്? ഗൗരവകരമായിട്ടുള്ള പ്രവേശിത ലൈംഗിക അതിക്രമത്തിലാണ്. അതായത് രക്തബന്ധമുള്ളവരോ വിവാഹം വഴി ബന്ധമുള്ളവരോ കുട്ടിക്ക് വിശ്വാസമുള്ളവരോ ആയ വ്യക്തികൾ നടത്തുന്ന അതിക്രമങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു വിഭാഗത്തിൽ പെടുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗൗരവകരമായിട്ടുള്ള പ്രവേശിത ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് കുട്ടിയെ ലൈംഗികമായി ആക്രമിക്കുന്നത് എന്ത് ചെയ്യുന്നു? ഈ വിഭാഗത്തിൽ പെടുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12 വയസ്സിന് താഴെയുള്ള കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കുന്നതും എന്താണ്? ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. കുട്ടിക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾ പകരുകയോ കുട്ടി ഗർഭിണിയാകുകയോ ചെയ്യുന്നതും എന്ത് ചെയ്യാം? ഈ ഒരു വകുപ്പിൻ്റെ പരിധിയിൽ വരാം. അപ്പോൾ ഈ പറഞ്ഞ 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. സൈന്യത്തിലോ സായുധ സേനയിലോ ഉള്ള അംഗങ്ങൾ നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങൾ എന്താണ്? ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അതുപോലെ തീ, ആസിഡ് അല്ലെങ്കിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് കുട്ടിയെ ആക്രമിക്കുന്നത് എന്ത് ചെയ്യുന്നു? ഈ വിഭാഗത്തിലാണ് പെടുന്നത്. ഇനി രക്തബന്ധമുള്ളവരോ കുട്ടിക്ക് വിശ്വാസമുള്ളവരോ ആയ വ്യക്തികൾ നടത്തുന്ന അതിക്രമങ്ങൾ സാധാരണ ലൈംഗിക അതിക്രമമായി മാത്രമേ കണക്കാക്കൂ എന്നാണ് ഈ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതും എന്താണ്? തെറ്റാണ്. അതായത് രക്തബന്ധമുള്ളവരോ അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമുള്ളവരോ ആയ വ്യക്തികൾ നടത്തുന്ന അതിക്രമങ്ങളും എന്ത് ചെയ്യുന്നു? ഗൗരവതരമായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ ഒന്നിലധികം തവണയോ ആവർത്തിച്ചോ കുട്ടിയെ ആക്രമിക്കുന്നതും ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഇതിൽ തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഏതാണ്? അപ്പോൾ സി മാത്രമാണ്. പോക്സോ നിയമപ്രകാരം ഗൗരവകരമായുള്ള പ്രവേശിത ലൈംഗിക അതിക്രമം നടക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഒരു പൊതുപ്രവർത്തകൻ പദവി ദുരുപയോഗം ചെയ്ത് അതിക്രമം നടത്തുക. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെ ജീവനക്കാർ അവിടെയുള്ള കുട്ടിയെ എന്ത് ചെയ്യുക? ആക്രമിക്കുക. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് എന്ത് ചെയ്യുക? കുട്ടിയെ ആക്രമിക്കുന്നത് എന്തിലേക്ക് വരാം? ഗൗരവകരമായുള്ള പ്രവേശിത ലൈംഗിക അതിക്രമത്തിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്.
ലൈംഗിക അതിക്രമത്തിന്റെ ഫലമായി കുട്ടിക്ക് സംഭവിക്കുന്ന താഴെ പറയുന്ന ഏത് സാഹചര്യമാണ് പോക്സോ നിയമപ്രകാരം ഗൗരവകരമായ ഒന്നായി കണക്കാക്കുന്നത്? കുട്ടിയുടെ മരണത്തിന് കാരണമാകുന്നത്, കുട്ടിയുടെ ശരീരത്തിന് സ്ഥിരമായ വൈകല്യം സംഭവിക്കുന്നത്, കുട്ടിക്ക് മാനസിക രോഗം ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എന്താണ്? ഗൗരവകരമായിട്ടുള്ള വിഭാഗത്തിൽപ്പെടുന്നതാണ്. പോക്സോ നിയമത്തിലെ സെക്ഷൻ 6നെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. തീവ്രമായ ലൈംഗിക കടന്നാക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 6ൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ തീവ്രമായ ലൈംഗിക കടന്നാക്രമത്തിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 5ഉം അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 6 എന്ന് പറയുന്നത്. 2019 ഭേദഗതി പ്രകാരം ഇതിനുള്ള കുറഞ്ഞ ശിക്ഷ എത്രയാണ് പറയുന്നത്? 20 വർഷം കഠിന തടവാണ്. ഈ കുറ്റകൃത്യത്തിന് പരമാവധി വധശിക്ഷ വരെയും നൽകാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും സെക്ഷൻ 6 പ്രകാരം എന്താണ്? ശരിയാണ്. ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 7 എന്ന് പറയുന്നത്. അതുപോലെ സെക്ഷൻ 7 പ്രകാരമുള്ള ലൈംഗിക അതിക്രമത്തിന് ഉള്ള ശിക്ഷയാണ് ഏത്? സെക്ഷൻ 8ൽ പറയുന്നത്. അതെത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 5 വർഷം വരെ നീളാവുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് 3 വർഷം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിഴ ശിക്ഷയും നമുക്കിതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി തീവ്രമായ ലൈംഗിക അതിക്രമത്തിന് കുറഞ്ഞത് 10 വർഷം തടവ് ശിക്ഷയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സെക്ഷൻ 10 പ്രകാരം പറഞ്ഞിരിക്കുന്ന ശിക്ഷ എന്താണ്? 5 വർഷം അല്ലെങ്കിൽ പരമാവധി 7 വർഷം വരെയാണ് എന്ത്? തടവ് ശിക്ഷയും അതുപോലെ പിഴ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3ാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അതുപോലെ കുറ്റവാളിയിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുക ഇരയായ കുട്ടിയുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനുമായിട്ടാണ് നൽകുന്നത്. സെക്ഷൻ 11 പ്രകാരം ലൈംഗിക പീഡനം അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന പരിധിയിൽ വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? കുട്ടിയെ കാണിക്കണമെന്ന ഉദ്ദേശത്തോടെ ലൈംഗിക ചുവയുള്ള ആംഗ്യങ്ങൾ കാണിക്കുകയും അതുപോലെ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക എന്നത് ഈ ഒരു കേസിൽ ഇൻക്ലൂഡഡ് അല്ല. അതുപോലെ ലൈംഗിക ചുവയുള്ള ശബ്ദങ്ങളോ വാക്കുകളോ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ 1ഉം 3ഉം പ്രസ്താവനകളാണ് ഇത് സെക്ഷൽ ഹറാസ്മെൻറ്റിൽ വരുന്നത്. 2019 പോക്സോ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സെക്ഷൻ 6ൽ ഭേദഗതി വരുത്തി ശിക്ഷാ കാലാവധി എന്ത് ചെയ്തു? വർദ്ധിപ്പിക്കുകയുണ്ടായി. സെക്ഷൻ 6ൽ ഭേദഗതി വരുത്തി ശിക്ഷാ കാലാവധി വർദ്ധിപ്പിച്ചു. അതായത് മുൻപ് 10 വർഷമായിരുന്നത് ഇപ്പോൾ എത്ര വർഷമായിട്ട് വർദ്ധിപ്പിച്ചു? 20 വർഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ശിക്ഷാ കാലാവധി. ഇനി തീവ്രമായ ലൈംഗിക കടന്നാക്രമണം നടത്തുന്ന വ്യക്തിക്ക് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയും ഈ ഒരു ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പിഴത്തുക കുട്ടിയുടെ പുനരധിവാസത്തിനായിട്ട് നൽകണമെന്നും വ്യവസ്ഥ ചെയ്തു. അപ്പോൾ 3 പ്രസ്താവനകളും 2019 ഭേദഗതി നിയമപ്രകാരം എന്താണ്? ശരിയാണ്. അശ്ലീല ആവശ്യങ്ങൾക്കായി കുട്ടി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ലൈംഗിക സംതൃപ്തിക്കായി കുട്ടിയുടെ അശ്ലീല ചിത്രങ്ങളോ വീഡിയോകളോ ഉപയോഗിക്കുന്നത് സെക്ഷൻ 13ന്റെ പരിധിയിലാണ് വരുന്നത്. അതുപോലെ അശ്ലീല ആവശ്യങ്ങൾക്കായി കുട്ടികളെ ഉപയോഗിക്കുന്നത് സെക്ഷൻ 14 പ്രകാരം കുറഞ്ഞത് 5 വർഷം തടവും പിഴയും ശിക്ഷ ലഭിക്കും. കുട്ടികൾ ഉൾപ്പെടുന്ന അശ്ലീല സാമഗ്രികൾ കൈവശം വെക്കുന്നവർക്ക് സെക്ഷൻ 15 പ്രകാരവും എന്ത് ചെയ്യുന്നതാണ്? ശിക്ഷ ലഭിക്കുന്നതാണ്. കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. കുറ്റകൃത്യം ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 16ൽ. ഇനി കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർക്കും ആ കുറ്റത്തിന് നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷ തന്നെയാണ് നൽകുന്നത്. കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ സെക്ഷൻ 18 പ്രകാരമുള്ള ശിക്ഷയായിരിക്കും ലഭിക്കുന്നത്. സെക്ഷൻ 19 പ്രകാരം കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. ഒരു കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിവുണ്ടെങ്കിൽ അത് പോലീസിനെയോ അതുപോലെ സ്പെഷ്യൽ ജുവൈനൽ പോലീസ് യൂണിറ്റിനെയോ എന്ത് ചെയ്യണം? അറിയിച്ചിരിക്കണം. വിവരം നൽകുന്ന വ്യക്തിക്ക് ഒരു എൻട്രി നമ്പർ എന്ത് ചെയ്യണം? നൽകേണ്ടതാണ്. ഇനി വിവരം നൽകുന്ന വ്യക്തിയുടെ പേര് വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല എന്നാണ്. പക്ഷേ ഇതിൽ ഈ ഒരു പ്രസ്താവനയിൽ എന്താണ്? പരസ്യപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമാണ് ഇതിലെന്ത് തെറ്റായിട്ട് വരുന്നത്. ഇനി പരാതിയുടെ ഉള്ളടക്കം കുട്ടിക്ക് മനസ്സിലാകുന്ന ലളിതമായിട്ടുള്ള ഭാഷയിലുമായിരിക്കണം. പോക്സോ നിയമപ്രകാരം ശിക്ഷകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. ലൈംഗിക പീഡനത്തിന് അതായത് സെക്ഷൻ 12 പ്രകാരം 3 വർഷം വരെ തടവോ പിഴയോ അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും കൂടിയോ എന്ത് ചെയ്യാം? ലഭിക്കാം. ഇനി അശ്ലീല സാമഗ്രികൾ സൂക്ഷിക്കുന്ന വ്യക്തിക്ക് ആദ്യമായിട്ട് കുറ്റം ചെയ്യുകയാണെങ്കിൽ 5000 രൂപയിൽ കുറയാത്ത പിഴ ശിക്ഷയും ഇനി അശ്ലീല സാമഗ്രികൾ വ്യാപാര ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചാൽ ശിക്ഷാ കാലാവധി എന്ത് ചെയ്യാം? കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ 3 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിച്ചാൽ ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ രേഖപ്പെടുത്താതിരിക്കുകയോ ചെയ്താൽ സെക്ഷൻ 21 പ്രകാരമുള്ള ശിക്ഷയാണ് ലഭിക്കുന്നത്.
ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലയുള്ള വ്യക്തി റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. സാധാരണ വ്യക്തികളാണ് റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം 6 മാസം വരെ തടവോ പിഴയോ ആണ് ശിക്ഷയായിട്ട് കൊടുക്കുന്നത്. ഈ 3 പ്രസ്താവനകളും എന്താണ്? അപ്പോൾ ശരിയാണ്. വ്യാജ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒരാളെ അപമാനിക്കാനോ ഭീഷണിപ്പെടുത്താനോ വേണ്ടി വ്യാജ പരാതി നൽകുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണേത്? സെക്ഷൻ 22. ഒരു കുട്ടി ഇത്തരത്തിൽ വ്യാജ പരാതി നൽകിയാൽ ആ കുട്ടിയെ ശിക്ഷിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. കുട്ടിയല്ലാതെ മറ്റൊരാളാണ് വ്യാജ പരാതി നൽകുന്നതെങ്കിൽ 6 മാസം വരെ തടവോ പിഴയോ എന്ത് ചെയ്യാം? ലഭിക്കാം. എന്നാൽ ഒരു കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? അവിടെ ശിക്ഷ കൊടുക്കുന്നില്ല. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ 24 പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിലായിരിക്കരുത്. അതുപോലെ മൊഴി രേഖപ്പെടുത്തുന്നത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്തൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? മൊഴി രേഖപ്പെടുത്തേണ്ടത്. ഒരു കാരണവശാലും കുട്ടിയെ രാത്രി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു നിർത്താനും പാടില്ല. അപ്പോൾ ഈ പറഞ്ഞ 3 പ്രസ്താവനകളും ശരിയാണ്. മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നോക്കിയാൽ ക്രിമിനൽ നടപടി നിയമത്തിലെ 164 വകുപ്പ് പ്രകാരമാണ് മജിസ്ട്രേറ്റ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ സെക്ഷൻ 25 പ്രകാരമാണ് ഇത്തരത്തിൽ മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തുന്നത്. മൊഴി രേഖപ്പെടുത്തുമ്പോൾ മാതാപിതാക്കളുടെയോ കുട്ടിക്ക് വിശ്വാസമുള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെയോ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതുമാണ്. പ്രത്യേക കോടതികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുകയാണെങ്കിൽ പോക്സോ നിയമത്തിലെ സെക്ഷൻ 28 പ്രകാരമാണ് പ്രത്യേക കോടതികൾ എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനാണ് ഈ കോടതികൾ എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 32. പ്രത്യേക കോടതിയിലെ വിചാരണ നടപടികളെക്കുറിച്ച് പറയുന്നതിൽ ശരിയായിട്ടുള്ള ഏത്? സെക്ഷൻ 33 പ്രകാരം കുട്ടിക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും വ്യക്തിയുടെ സാന്നിധ്യം കോടതിയിൽ അനുവദിക്കാവുന്നതാണ്. അതുപോലെ കുട്ടിയുടെ മൊഴി ആവർത്തിച്ച് വിളിപ്പിച്ച് രേഖപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? കോടതി ശ്രദ്ധിക്കണം. കുട്ടിയുടെ അന്തസ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും അനുവദിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഈ നടപടിക്രമങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കേസ് തീർപ്പാക്കുന്നതിനുള്ള സമയപരിധിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. പ്രത്യേക കോടതി കുറ്റകൃത്യം നടന്ന് 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തിയിരിക്കണം. വിചാരണ പൂർത്തിയാക്കേണ്ടത് കുറ്റം കണ്ടുപിടിച്ച തീയതി മുതൽ 1 വർഷത്തിനുള്ളിലാണ്. അതുപോലെ സെക്ഷൻ 35 വിചാരണ കാലയളവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്താൻ 1 വർഷം വരെ സമയമെടുക്കാമെന്നാണ് ഈ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കേസ് നടപടിക്കെടുത്ത് 30 ദിവസത്തിനുള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ തെളിവ് രേഖപ്പെടുത്തേണ്ടത്. ഈ ഒരു കാര്യം തന്നെയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. സെക്ഷൻ 36 പ്രകാരമുള്ള വ്യവസ്ഥകളിൽ ശരിയായത് ഏതെല്ലാം? തെളിവുകൾ രേഖപ്പെടുത്തുന്ന വേളയിൽ കുട്ടി കുറ്റാരോപിതനെ നേരിട്ട് കാണുന്നില്ലെന്ന് കോടതി എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. പ്രതിഭാഗം വക്കീൽ കുട്ടിയോട് ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കരുത്. പകരം കോടതി മുഖേനയായിരിക്കണം ചോദിക്കേണ്ടത്. അതുപോലെ വിചാരണ സമയത്ത് കുട്ടിക്ക് ആവശ്യമായ വിശ്രമവേളകൾ എന്ത് ചെയ്യണം? നൽകേണ്ടതാണ്. അപ്പം 3 കാര്യങ്ങൾ എന്താണ്? സെക്ഷൻ 36 പ്രകാരം ശരിയാണ്. പോക്സോ നിയമത്തിലെ സെക്ഷൻ 37, 38 എന്നിവയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? പോക്സോ കേസുകളിൽ വിചാരണ രഹസ്യമായിട്ട് അതായത് ഇൻ ക്യാമറയിൽ നടത്തണമെന്നാണ് സെക്ഷൻ 37 വ്യവസ്ഥ ചെയ്യുന്നത്. കുട്ടിയുടെ മാതാപിതാക്കളുടെ കുട്ടിക്ക് വിശ്വാസമുള്ള മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ വേണം എന്ത് ചെയ്യാൻ? വിചാരണ നടത്താനായിട്ട്. കുട്ടിക്ക് ആശയവിനിമയത്തിന് പ്രയാസമുണ്ടായാൽ ഒരു ദ്വിഭാഷിയോ അല്ലെങ്കിൽ വിദഗ്ധൻ്റെയോ സഹായം തേടാമെന്ന് സെക്ഷൻ 38 പറയുന്നുണ്ട്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സെക്ഷൻ 14 പ്രകാരം നിയമസഹായത്തിനായി അഭിഭാഷകൻ്റെ സഹായം തേടാൻ കുട്ടിക്ക് അവകാശമുണ്ട്. അതുപോലെ പോക്സോ നിയമത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണേത്? സെക്ഷൻ 43. സെക്ഷൻ 45 പ്രകാരം ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനല്ല മറിച്ച് കേന്ദ്ര സർക്കാരിനാണുള്ളത്. അപ്പോൾ ഈ ഒരു പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഇനി മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന വൈദ്യപരിശോധനയ്ക്ക് സെക്ഷൻ 3 മുതൽ 13 വരെയുള്ള വകുപ്പുകൾ ബാധകമല്ലെന്ന് സെക്ഷൻ 41 എന്ത് ചെയ്യുന്നു? വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേക കോടതിയിലെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിക്കും. സെക്ഷൻ 29 പ്രകാരം പോക്സോ നിയമത്തിലെ ചില വകുപ്പുകൾ അതായത് 3, 5, 7, 9 എന്നീ വകുപ്പുകൾ ലംഘിച്ചതായി തെളിയിക്കപ്പെട്ടാൽ കുറ്റാരോപിതൻ കുറ്റം ചെയ്തതായി കോടതിക്ക് അനുമാനിക്കാം.
സെക്ഷൻ 30 പ്രകാരം കുറ്റാരോപിതന് കുറ്റകരമായ മാനസികാവസ്ഥ ഇല്ലായിരുന്നു എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിക്കാണ്. സെക്ഷൻ 32 പ്രകാരം പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കുറഞ്ഞത് 7 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ ഈ ഒരു പ്രസ്താവനയിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 1ഉം 2ഉം പ്രസ്താവനയാണ് എന്ത് ശരിയായിട്ടുള്ളത്. കുട്ടിയുടെ പ്രായം നിർണ്ണയിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? സെക്ഷൻ 34 പ്രകാരം കുട്ടിയുടെ പ്രായം സംബന്ധിച്ച് തർക്കമുണ്ടായാൽ പ്രത്യേക കോടതിയാണ് അത് തീരുമാനിക്കുന്നത്. അതുപോലെ ഇതിനായി 2015 ജുവൈനൽ ജസ്റ്റിസ് നിയമത്തിലെ വ്യവസ്ഥകളാണ് പാലിക്കേണ്ടത്. നിർണ്ണയിക്കപ്പെട്ട പ്രായം ചെറിയ വ്യത്യാസമുണ്ടെന്ന കാരണത്താൽ മാത്രം കോടതിയുടെ ഉത്തരവ് അസാധുവാകുന്നില്ല. ഈ 3 പ്രസ്താവനകളും കുട്ടിയുടെ പ്രായത്തെ സംബന്ധിച്ചിട്ട് ശരിയായിട്ടുള്ളതാണ്.